മുടി കൊഴിച്ചിലും മുടിയിലെ നരയും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഒരു ഹെയർ ഓയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പലർക്കും മാറ്റം കിട്ടിയതാണ്. മാറ്റം കിട്ടിയവരുടെ ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഒരു മാറ്റം നേടാനായിട്ട് ഈ ഒരു ഹെയർ ഓയിലിൽ നിന്ന് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. കുട്ടികൾ തൊട്ട് മുതിർന്നവരിൽ വരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര, ഡാൻഡ്രഫ്, മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. കുട്ടികളിൽ ഉണ്ടാകുന്ന നരയും മുതിർന്നവരിൽ ഉണ്ടാകുന്ന നരയും നിങ്ങൾക്ക് വേരോരോടുകൂടി തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ലതുപോലെ വളരാനും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടികളിൽ തൊട്ട് മുതിർന്നവരിൽ വരെ കണ്ടുവരുന്ന നരയ്ക്കുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്താൽ മതി. വേരിൽ നിന്ന് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റുന്നതും മുടിയിലുണ്ടാകുന്ന നര മാറ്റുന്നതും ഡാൻഡ്രഫ് മാറ്റുന്നതുമാണ്. കുട്ടികളിൽ തൊട്ട് മുതിർന്നവരിൽ വരെ നര വരുന്നതിനുള്ള കാരണം അമിതമായിട്ടുള്ള ഡിപ്രഷർ, നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലവും അമിതമായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടാണ് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ നര വരുന്നതും മുടി കൊഴിച്ചിലുണ്ടാകുന്നതും ഡാൻഡ്രഫ് വരുന്നതും. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും മുടിക്ക് നര മാറുന്നില്ല എങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള ഡിപ്രഷർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്താലും മുടിക്ക് നര മാറുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ആഹാരത്തിലൂടെ ചെല്ലേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി നര പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. കാരണം നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിലൂടെ ചെന്നാലേ നമ്മുടെ മുടി വേരിൽ നിന്ന് തന്നെ നര മാറുകയും നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ നല്ലതുപോലെ വെള്ളം കുടിക്കുക, നെല്ലിക്ക ജ്യൂസ് കുടിക്കുക, ബീട്രൂട്ട് ജ്യൂസും അല്ലെങ്കിൽ ബീട്രൂട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ബീട്രൂട്ട് എങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ബീട്രൂട്ട് കഴിക്കാനായിട്ട് നോക്കുക. വെള്ളം നല്ലതുപോലെ കുടിക്കണം, ബീട്രൂട്ട് ജ്യൂസ് നല്ലതുപോലെ കുടിക്കണം, കൂടാതെ തന്നെ നെല്ലിക്ക ജ്യൂസും. ഇതൊക്കെ ചെയ്യുക. ദിവസവും ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് മുടി കഴുകാതിരിക്കുക. മുടിയുടെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഗ്ലോ നഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനും ഒക്കെ ഇടയാകും. ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങൾ എപ്പോഴും മുടി ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് കഴുകാതിരിക്കുക. നിങ്ങൾ ഷാമ്പു ആഴ്ച കഴുകുന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതായത് നോർമൽ രീതിയിലുള്ള ഷാമ്പു ഒക്കെ വിപണിയിൽ കിട്ടും. അങ്ങനെയുള്ള ഷാമ്പു ഒക്കെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ മിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം ഒഴിവാക്കണം. മനസ്സിനെ ശാന്തപ്പെടുത്തുക. മനസ്സിനെ ശാന്തപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കൊരു ചേഞ്ചസ് കിട്ടുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിന് നമുക്ക് തുളസിയില വേണം. ഞാൻ 3 തുളസിയിലയാണ് ഇപ്പം എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഒരു പകുതി കറ്റാർവാഴയുടെ തണ്ടും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തുളസിയിലയും കറ്റാർവാഴയുടെ തണ്ടും ഇവിടെ ഇരിപ്പുണ്ട്. ഞാനത് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി വേണം. നമുക്ക് കറ്റാർവാഴയിൽ നിന്ന് അതിൻ്റെ ജെല്ലെടുക്കാം കേട്ടോ. അങ്ങനെ കറ്റാർവാഴയിൽ നിന്ന് ജെല്ലെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിന് ഒരു പാത്രം വേണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചീനിച്ചട്ടി എടുക്കാം കേട്ടോ. ഈ ഒരു സ്പൂൺ കണ്ടോ, ഈ ഒരു സ്പൂണിനാണ് നമ്മൾ ഹെയർ ഓയിൽ എടുക്കുന്നത്. ഇവിടെ വെളിച്ചെണ്ണ നല്ലതുപോലെ കട്ട പിടിച്ചിട്ടുണ്ട്. ഞാനത് ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. അങ്ങനെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് 1.5 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണ എടുത്താൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്ന അളവുകളൊക്കെ ഓരോന്നും കൂടുതലായിട്ട് എടുക്കണം. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. തുളസിയില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് അതിനകത്ത് ആ ഒരു വെള്ളമയമൊക്കെ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അലോവേറ അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് നേരത്തേക്ക് ഇതിനെ പൊട്ടിത്തെറിക്കും. നമ്മൾ മാറി നിന്ന് കൊടുക്കണം. കാരണം അതിനകത്ത് ജലാംശം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതിനുശേഷം ആ വെള്ളത്തിൻ്റെ ആ ഒരു പൊട്ടിത്തെറിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കണം. ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടിക്ക് നല്ലതാണ്. നമ്മുടെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിനൊരു മാറ്റം കണ്ടെത്താനായിട്ട് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ട് സാധിക്കും.
സാധിക്കും. കറിവേപ്പിലയാണെങ്കിലും തുളസിയിലയാണെങ്കിലും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ കറ്റാർവാഴ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് അങ്ങ് മെൽറ്റായി മാറും കേട്ടോ. ഇങ്ങനെ കിടക്കുന്ന വെച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് മെൽറ്റ് ആവില്ല എന്ന്. അത് നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉടച്ചുടച്ച് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ അത് മെൽറ്റായിട്ട് മാറുന്നതാണ് കേട്ടോ. അങ്ങനെ പൊട്ടിത്തെറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഷിക്കാക്കി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂണാണ് ഷിക്കാക്കി പൗഡർ ചേർത്തേക്കുന്നത്. അതിനുശേഷം ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ നമ്മുടെ മുടിയുടെ നര മാറ്റുന്നതിനുമൊക്കെ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട്. ഷിക്കാക്കി പൗഡർ ചേർത്തത് 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നെല്ലിക്ക പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പം നെല്ലിക്ക പൗഡറാണ് ചേർക്കുന്നത്. അതും 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് ഇൻഡിഗോ പൗഡർ. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയുടെ കറുപ്പ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാനും മുടി നരം മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡറിൽ നിന്ന്. അങ്ങനെ എല്ലാ പൊടികളും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. ഇപ്പം നിങ്ങളിപ്പം നമ്മൾ ഹെയർ ഓയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം കൂടുതലായിട്ട് വെളിച്ചെടുക്കില്ലയോ, അപ്പം ഈ ചേർത്തേക്കുന്ന അളവുകൾ കൂടുതലായിട്ട് എടുത്താൽ മതിയാകും കേട്ടോ. മനസ്സിലായല്ലോ? എന്തായാലും നമ്മുടെ ഉണ്ടാക്കുന്ന ഓയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന ഇലകളൊക്കെ നല്ലതുപോലെ മൂക്കും, നല്ലപോലെ അതായത് പൊടിഞ്ഞു വരുന്ന പരുവത്തിലായിട്ട് ആവും. അപ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഓയിൽ കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാനായിട്ട് നോക്കണം. കഴിവതും നല്ലതാണ്. എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നല്ലതുപോലെ ഞാൻ മിക്സാക്കി കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് തിള വരണം. തിള വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവും. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറായി കിട്ടുള്ളൂ. അത്രയും നേരം എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഓയിൽ കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ആറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുണ്ട്, കളർ കണ്ടോ നിങ്ങൾ? നല്ല ബ്ലാക്ക് കളറാണ്. ഇത് ഉപയോഗിച്ചവർക്കൊക്കെ പല മാറ്റങ്ങളും കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അങ്ങനെ ഞാൻ ഹെയർ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കൊന്ത് കണ്ടോ, അതിൻ്റെ ഒരു പൊടി, ഇത് നിങ്ങൾ അരിച്ചെടുക്കുക, അരിപ്പ വെച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് അതിൽ നിന്ന് ഒഴിച്ചെടുത്താലും മതിയാകും. ഇത് കണ്ടോ, അടിപൊളി ഹെയർ ഓയിലാണ്. ഞാൻ എൻ്റെ കയ്യെ തേച്ച് കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, നല്ല പോലെ മുടി പെട്ടെന്ന് തന്നെ കറുക്കാനായിട്ട് ഇടയാക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിലിൽ നിന്ന്. വിപണിയിൽ കിട്ടുന്ന കെമിക്കൽ പരമായിട്ടുള്ള ഡൈകളും ഹെയർ ഓയിലുകളും ഒന്നും മേടിക്കേണ്ട. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കി നമ്മുടെ മുടിയും ഒക്കെ നരം മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ചേഞ്ചസ് കണ്ടുവരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നിർത്തരുത്. കുറച്ചുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കണം. നല്ലൊരു ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിലിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ മുടിക്ക് വരിക പോലും ചെയ്യില്ല. ഉറപ്പായിട്ടും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും മുടി നരം മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ചേർത്തേക്കുന്നത്. എല്ലാ തരം ഹെയർക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊരു പ്രായമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കിപ്പം കുഞ്ഞിലെ തൊട്ട് മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. നല്ല ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് ഉറപ്പായിട്ടും പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.